Hi dear students, രണ്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ക്ലാസ്സാണിത്. മൂന്നാമത്തെ ക്ലാസ്സിലെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് ടീച്ചറിന് സബ്മിറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടിയാണല്ലോ എല്ലാവരും വന്നിരിക്കുക. വെരി ഗുഡ്. എന്നാൽ നമുക്ക് തുടർന്ന് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റിലെ ആദ്യത്തെ ഈവൻ്റായ ഗാമിറ്റോജെനസിസിനെ കുറിച്ചായിരുന്നു. മെയിൽ ഗമീറ്റിൻ്റെ ഫോർമേഷനായ മൈക്രോസ്പോറോജെനസിസ് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എംബ്രിയോ സാക്കിൻ്റെ രൂപീകരണവും അതിനുള്ളിൽ ഉണ്ടായ ഫീമെയിൽ ഗമീറ്റിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പം മെയിൽ ഗമീറ്റിൻ്റെയും അതുപോലെ തന്നെ ഫീമെയിൽ ഗമീറ്റിൻ്റെയും രൂപീകരണം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ ദ സെക്കൻഡ് ഇവൻറ്റ് ഈസ് ഗമീറ്റ് ട്രാൻസ്ഫർ. കഴിഞ്ഞ അധ്യായം പഠിപ്പിച്ചപ്പോൾ ടീച്ചർ നന്നായി പഠിപ്പിക്കുകയുണ്ടായി. ആൻജിയോസ്പേം പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഗമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ആ ഗമീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഇവിടെ പഠിക്കാൻ പോകുന്നത്. In angiosperms, the gamete transfer takes place through the process of pollination. I think you have studied the definition of pollination in your lower classes. Try to remember that definition. Pollination is the transfer of pollen grains from the anther of the flower into the stigma of the flower. Pollination എന്ന് പറഞ്ഞാൽ ആന്തറിൽ നിന്നും പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിനിനെ സ്റ്റിഗ്മയിലേക്ക് പതിപ്പിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. പലതരം പോളിനേഷനെ കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പലതരത്തിലുള്ള പോളിനേഷൻ്റെ പേരൊന്ന് പറയാമോ? ദേ അവിടെ നിന്ന് ആരാ പറഞ്ഞത്? സെൽഫ് പോളിനേഷൻ എന്നോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾ സെൽഫ് പോളിനേഷൻ എന്നും അതുപോലെ തന്നെ ക്രോസ് പോളിനേഷൻ എന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ സെൽഫ് പോളിനേഷൻ അതുപോലെ തന്നെ ക്രോസ് പോളിനേഷൻ എന്ന പേരുകളോടൊപ്പം തന്നെ മറ്റു ചില പേരുകളിലുള്ള പ്രക്രിയയും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം പോളിനേഷനിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എവിടെ നിന്നാണ് പോളൻ ഗ്രെയിൻസ് വരുന്നത്? അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് പോളൻ വി ക്യാൻ ക്ലാസിഫൈ പോളിനേഷൻ ഇൻടു 3 types. Let us see the 3 types one by one. The first kind of pollination is autogamy. ഈ ചിത്രമൊന്ന് നോക്കൂ. ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ എവിടെയാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്? അതേ പൂവിൽ തന്നെയാണല്ലേ. ഇത്തരത്തിൽ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ ആ പൂവിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കുന്ന പ്രോസസ്സാണ് ഓട്ടോഗമി. ഓട്ടോഗമി എന്നാൽ the process of transfer of pollen grains from the anther to the stigma of the same flower. ഓട്ടോഗമിയിൽ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ തന്നെയാണ് ആ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുന്നത്. ഇത്തരത്തിൽ പോളിനേഷനിൽ ഒരു പൂവ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓട്ടോഗമിയെ സെൽഫ് പോളിനേഷൻ എന്നും പറയാം. അതായത് ആ പൂവിൻ്റെ പോളൻ ഗ്രെയിൻ ആ പൂവിൻ്റെ തന്നെ സ്റ്റിഗ്മയിലാണ് പതിക്കുന്നത്. സോ ഓട്ടോഗമി ക്യാൻ ബി അതർവൈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ഉറപ്പാക്കണമെങ്കിൽ പൂക്കളിൽ അല്ലെങ്കിൽ ചെടികളിൽ 2 കണ്ടീഷൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒന്ന്, പോളൻ ഗ്രെയിനിൻ്റെ റിലീസും സ്റ്റിഗ്മ ആ പോളൻ ഗ്രെയിനിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന സമയവും ഒന്നായിരിക്കണം. ദാറ്റ് ഈസ് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഷുഡ് ബി ഇൻ സിങ്ക്രണി ഓർ ഇൻ ദ സെയിം ടൈം. ഒരേ സമയത്തായിരിക്കണം. എന്നാൽ മാത്രമേ പോളിനേഷൻ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിഗ്മയും ആന്തറും വളരെ അടുത്തായിട്ട് കാണപ്പെടണം. ദാറ്റ് ഈസ് സ്റ്റിഗ്മ ആൻഡ് ആന്തർ ഷുഡ് ബി പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ. പോളിനേഷനിൽ നല്ല സവിശേഷതയുള്ള 2-3 ചെടികളുടെ ചിത്രം നമുക്കൊന്ന് നോക്കാം. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്
വയോല അഥവാ കോമൺ പാൻസി എന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ഓക്സാലിസ് ആണ്. ഈ ചെടിയാണ് കൊമലീന. ഇവ മൂന്നും 2 തരം പൂക്കൾ ഉണ്ടാക്കുന്ന ചെടികളാണ്. These plants produce 2 types of flowers. ഒരു തരം പൂവ് സാധാരണ പൂക്കളെ പോലെ തന്നെ നന്നായി തുറന്നു വരുന്നവയാണ്. ഇത്തരത്തിൽ നന്നായി തുറന്നു വരുന്ന പൂക്കളെ പറയുന്ന പേരാണ് chasmogamous flowers. That is, chasmogamous flowers are flowers that open. നല്ല വിടർന്നിരിക്കുന്ന പൂക്കളാണ് chasmogamous flowers. എന്നാൽ ഈ ചെടികളിലെ പൂക്കളെ ഒന്നുകൂടി നിരീക്ഷിച്ചു നോക്കൂ. വിരിഞ്ഞു വരാത്ത പൂക്കളെയും കാണുന്നില്ലേ? ഇത്തരത്തിൽ വിരിയാത്ത പൂക്കളെ പറയുന്ന പേരാണ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. We can say clistogamous flowers are flowers that do not open. സെൽഫ് പോളിനേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ട ഈ 3 സസ്യങ്ങളിലും ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരം പൂക്കളിൽ സ്റ്റിഗ്മയും ആന്തറും വളരെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിഗ്മ ആൻഡ് ആന്തേഴ്സ് ആർ പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ. പോളൻ റിലീസ് നടക്കുമ്പോൾ തന്നെ അത് സ്റ്റിഗ്മയിൽ പതിക്കുന്നു. അതുപോലെ തന്നെ ഒരു പോളിനേറ്ററിൻ്റെയും ആവശ്യമില്ല. അതുപോലെ പോളിനേഷൻ ഉറപ്പാക്കുകയും സീഡ് സെറ്റ് അഷ്വർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. The second type of pollination is geitonogamy. See the figure. ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് പോളിനേഷനിൽ എത്ര പൂക്കൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതായി കാണാം. Geitonogamy is the transfer of pollen grains from the anther to the stigma of another flower of the same plant. ഒരു ചെടിയിലെ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് ആ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഗൈറ്റനോഗമി. ഗൈറ്റനോഗമിയിൽ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ അതേ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിലാണ് പതിക്കുന്നത്. ഇവിടെ ചെടി ഒന്നേ ഉള്ളൂ, പക്ഷേ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു പൂവിൽ പതിക്കണം. അപ്പോൾ ആരുടെയെങ്കിലും സഹായം ഇവിടെ ആവശ്യമാണ്. സോ ഇൻ ഗൈറ്റനോഗമി there is an involvement of a pollinating agent or pollinator. പക്ഷേ ഒരു ചെടിയിലെ പൂക്കൾ തമ്മിലാണ് ഈ പരാഗണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറ്റിക് വേരിയേഷൻസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഗൈറ്റനോഗമിയിൽ ഏജന്റിന്റെ ആവശ്യം ഉണ്ട്, പക്ഷേ ജനറ്റിക് വേരിയേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. സോ വി ക്യാൻ സേ ജനറ്റിക്കലി ഗൈറ്റനോഗമി ഈസ് സിമിലർ ടു സെൽഫ് പോളിനേഷൻ, ബട്ട് an agent is required for geitonogamy to occur. So let us see the peculiarities of geitonogamy. Geitonogamy is functionally similar to cross pollination. There is no genetic variation, so it can be said a kind of self pollination. There is an involvement of pollinators. The next type of pollination is xenogamy. Xenogamy is the transfer of pollen grains from the anther to the stigma of another flower of another plant of the same species. അതായത് ഒരു ചെടിയിലെ പോളൻ ഗ്രെയിൻസ് അതേ സ്പീഷീസിലുള്ള മറ്റൊരു ചെടിയിലെ പൂവിൽ പതിക്കുന്ന പ്രോസസ്സ് ആണ് xenogamy. xenogamy നടക്കണമെങ്കിൽ ഒരു ഏജന്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 2 സസ്യങ്ങൾ തമ്മിലാണ് xenogamy നടക്കുന്നത്. There is a chance for variation in xenogamy. So we can say xenogamy is functionally and genetically a kind of cross pollination. Autogamyയിൽ ഏജന്റ്സ് ഒന്നും തന്നെ ആവശ്യമില്ല. There is no need for a pollinator in autogamy. But in the case of geitonogamy and xenogamy, involvement of a pollinator or agent is required to ensure pollination. Let us see the main pollinators or pollinating agents. We can classify the pollinators or pollinating agents into 2. One is abiotic agents and the second one is biotic agents. Among the abiotic agents, wind and water are the common agents. But in the case of biotic agents, animals are mostly involving in pollination. Most of the plants depend on biotic agents for their pollination. Among the 2 abiotic agents, wind is the most common pollinator. So let us see the peculiarities of wind pollinated flowers. You can see paddy, maize,
wheat. In these kinds of plants, pollination is effected with the help of an agent, wind. കാറ്റുമൂലം പോളിനേഷൻ നടക്കുന്ന സസ്യങ്ങളുടെ പൂക്കൾക്ക് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഇത്തരത്തിലുള്ള സവിശേഷതകളാണ് കാറ്റുമൂലം പരാഗണം നടത്താനായി ആ സസ്യങ്ങളെ സഹായിക്കുന്നത്. So let us see the peculiarities of wind pollinated flowers or the floral features of wind pollinated flowers. The pollen grains of wind pollinated flowers are light. അതായത് വിൻഡ് പോളിനേഷൻ നടക്കുന്ന സസ്യങ്ങളുടെ പോളൻ ഗ്രെയിൻസിന് ഒട്ടും ഭാരമുണ്ടായിരിക്കത്തില്ല. ഭാരമില്ലാത്തത് കൊണ്ട് അവയ്ക്ക് കാറ്റിലൂടെ ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റും. കാറ്റിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എങ്ങും പറ്റിപ്പിടിക്കാൻ പാടില്ല. പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻസിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് the pollen grains of wind pollinated flowers are non-sticky. എങ്ങും പറ്റിപ്പിടിക്കാത്ത തരത്തിലുള്ളവയായിരിക്കും. ഇത്തരം പൂക്കളുടെ സ്റ്റേമൻസ് നന്നായി പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയാണ്. That is, the stamens are well exposed, or we can say well exposed stamens are the characteristic feature of wind pollinated flowers. സ്റ്റിഗ്മ വലുതും തൂവൽ പോലുള്ളതുമാണ്. അപ്പോൾ കാറ്റത്ത് നന്നായിട്ട് ആടി നിൽക്കുകയും കാറ്റിലൂടെ പറന്നു വരുന്ന പോളൻ ഗ്രെയിൻസിനെ സ്വീകരിക്കാൻ പറ്റുകയും ചെയ്യും. The stigma of wind pollinated flowers are large and feathery. മിക്കവാറും പൂക്കളൊക്കെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവ ഒരു പൂങ്കുലയായിട്ടാണ് കാണപ്പെടുന്നത്. The flowers are small and are arranged into an inflorescence. വിൻഡ് പോളിനേഷൻ നടക്കുന്ന പൂക്കളുടെ ഓവറിയിൽ ഒരു ഓവ്യൂൾ ആയിരിക്കും കാണുന്നത്. So in wind pollinated flowers there is only one ovule in an ovary. ചിത്രത്തിൽ കാണുന്ന ചോളത്തിൻ്റെ അഥവാ കോൺ കോബിൻ്റെ ടാസൽസിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ വിൻഡ് വഴി പോളിനേഷൻ നടത്താനുള്ള ഒരു അനുകൂലനമാണ്. നെല്ല്, ഗോതമ്പ് എന്നിവ കൂടാതെ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലും അതായത് ഗ്രാസസിലും വിൻഡ് പോളിനേഷനാണ് നടക്കുന്നത്. ദ നെക്സ്റ്റ് അബയോട്ടിക് ഏജന്റ് ഈസ് വാട്ടർ. വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ പോളിനേഷനായി ജലത്തെ ആശ്രയിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 30 ജനറയിലുള്ള സസ്യങ്ങൾ മാത്രമേ പോളിനേഷനായി വാട്ടറിനെ ആശ്രയിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് ഓർത്ത് നോക്കിയേ. ആൽഗെ, ബ്രയോഫൈറ്റ്സ് എന്നിവയിലെല്ലാം തന്നെ മെയിൽ ഗമീറ്റിനെ കൊണ്ടുപോകുന്നത് ആരായിരുന്നു? ജലമായിരുന്നു അല്ലേ? സോ ഇൻ lower plants like algae, bryophytes and pteridophytes, water act as a medium for the transfer of male gamete. വെള്ളത്തിൽ വളരുന്ന 2-3 സസ്യങ്ങളുടെ പേര് പറഞ്ഞേ. പ്ലാന്റ്സ് ലൈക്ക് വാട്ടർ ലില്ലി, വാട്ടർ ഹൈസിന്ത് ആൻഡ് ലോട്ടസ് ആർ aquatic plants. ഈ ജലസസ്യങ്ങളിൽ ആരാണ് പോളിനേഷൻ നടത്തുന്നത്? ജലമാണല്ലേ? ആണോ? ചിത്രത്തിൽ നോക്കി ആരാ പോളിനേഷൻ നടത്തണേന്ന്? ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് aquatic plants, pollination is facilitated by either insects or wind. അപ്പോൾ ഏതുതരം സസ്യങ്ങളിലായിരിക്കും ജലം പോളിനേഷൻ നടത്തുന്നത്? ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് വാലിസ്നേറിയയും ഹൈഡ്രില്ലയും കാണാം. ഇത് രണ്ടും ശുദ്ധജലത്തിൽ വളരുന്ന 2 സസ്യങ്ങളാണ്. വീട്ടിൽ അക്വേറിയത്തിലൊക്കെ ഇടാറില്ലേ ഇതിനെയൊക്കെ? അപ്പം ഈ സസ്യങ്ങളിൽ in freshwater plants like Vallisneria and Hydrilla, pollination takes place through the agency of water. Let us see how pollination takes place in Vallisneria. Vallisneriaയിൽ എങ്ങനെയാണ് ജലമുഖേന പരാഗണം നടക്കുന്നതെന്ന് നോക്കാം. വാലിസ്നേറിയയിലെ ചിത്രത്തിൽ നിങ്ങൾക്ക് വളരെ നീണ്ട ഒരു പൂവിനെ കാണാൻ പറ്റും അല്ലേ? വളരെ നീണ്ട തണ്ടുള്ള ഒരു പൂവിനെ കാണാൻ പറ്റും. This is the female flower of Vallisneria. വാലിസ്നേറിയയുടെ ഫീമെയിൽ ഫ്ലവറിന് വളരെ നീളമുള്ള ഒരു തണ്ടുണ്ട്. The female flower of Vallisneria has a long stalk and it reaches the surface of water. എന്നാൽ മെയിൽ ഫ്ലവേഴ്സ് ചെറിയ സ്റ്റോക്ക് ഉള്ളവയാണ്. അതിൽ നിന്നും ആ മെയിൽ ഫ്ലവേഴ്സ് വെള്ളത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്നു. They reach female flower through water current and pollination is effected. In Vallisneria, pollination takes place at the surface of water. ജലം മുഖേന പരാഗണം നടത്തുന്ന
ഒരു കടൽ സസ്യമാണ് സൂസ്ട്ര. ഇത് സീഗ്രാസസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. വാലിസ്നേറിയയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സൂസ്ട്രയിലെ പരാഗണം. Let us see the pollination in സൂസ്ട്ര. സൂസ്ട്രയിലെ ഫീമെയിൽ ഫ്ലവറിൻ്റെ തണ്ട് വളരെ ചെറുതാണ്. അത് വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കാണപ്പെടും. എന്നാൽ മെയിൽ ഫ്ലവേഴ്സിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന പോളൻ ഗ്രെയിൻസ് വളരെ നീളമുള്ളവയും റിബൺ പോലുള്ളവയുമാണ്. ഈ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിനടിയിൽ വച്ച് സ്റ്റിഗ്മയിൽ പതിക്കുകയും പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നു. സോ ഇൻ സൂസ്ട്ര പോളിനേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി വാട്ടർ. നമ്മൾ വാലിസ്നേറിയയിലും സൂസ്ട്രയിലും വാട്ടർ വഴി എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നതെന്ന് കണ്ടു. എന്നാൽ പൊതുവായി പറയാൻ പറ്റുന്ന ഒരു പെക്യുലാരിറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. The pollen grains of water pollinated flowers have a mucilaginous sheath to prevent getting wet. നനഞ്ഞ് അഴുകിപ്പോകാതിരിക്കുന്നതിനായി വഴുവഴുപ്പുള്ള ഒരു ആവരണം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. We have studied the peculiarities of wind pollinated flowers and water pollinated flowers. Now let us see the peculiarities of flowers which are pollinated by biotic agents. കൂടുതൽ സസ്യങ്ങളിലും പരാഗണം നടക്കുന്നത് ബയോട്ടിക് ഏജൻസ് വഴിയാണ്. In most of the plants, pollination is affected by the agency of biotic agents. Let us see the common biotic agents that help for pollination. ബയോട്ടിക് ഏജൻസിൽ ഏറ്റവും പ്രധാനമായും പോളിനേഷന് സഹായിക്കുന്നത് ആനിമൽസ് ആണ്. ഏതൊക്കെ തരം ജീവികളാണ് ബയോട്ടിക് ഏജൻസ് ആയി പ്രവർത്തിക്കുന്നതെന്ന് ചിത്രത്തിൽ നിന്ന് നോക്കിയേ. ബീസ്, ബട്ടർഫ്ലൈസ്, flies, beetles, wasps, ants, moths, birds. Birds like sunbirds and hummingbirds and bats are the common animal pollinators. ഇവരിൽ തന്നെ പോളിനേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇൻസെക്റ്റുകളാണ്. ഇവയെ കൂടാതെ ആർബറിയൽ റോഡൻസ് അഥവാ മരത്തിൽ വസിക്കുന്ന റോഡൻറ്റുകൾ, അതുപോലെ റെപ്റ്റൈൽസ്, ഗാർഡൻ ലിസാർഡ് ആൻഡ് ജെക്കോ ലിസാർഡ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. ഇത്തരം ജീവികൾ മാത്രമല്ല, ലിമറുകളും പോളിനേഷന് സഹായിക്കാറുണ്ട്. കാറ്റുമൂലം പരാഗണം നടക്കുന്ന സസ്യങ്ങളുടെയും ജലം മുഖേന പരാഗണം നടക്കുന്ന സസ്യങ്ങളുടെയും പൂക്കളുടെ സവിശേഷതകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇൻസെക്ട്സ് മൂലം പോളിനേഷൻ നടക്കുന്ന സസ്യങ്ങളുടെ പൂക്കളിലുള്ള സവിശേഷതകൾ നോക്കാം. The common floral features of insect pollinated flowers. ഇൻസെക്റ്റുകൾക്ക് പറന്നു പോകുമ്പോൾ പൂവിനെ കാണണം, അതുകൊണ്ട് പൂക്കൾ വലുതായിരിക്കും. The flowers are large. അതുപോലെ തന്നെ ഇൻസെക്റ്റുകളുടെ കണ്ണിൽ പെടുന്നതിനായി അവ നല്ല വർണ്ണപ്പകിട്ടാർന്നവയും ആയിരിക്കും. That is, the flowers are colorful. ഈ പൂക്കളിൽ ഇൻസെക്റ്റ് വരുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? തേൻ കുടിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? അപ്പം അവയുടെ പൂക്കളിൽ എന്തുണ്ടാകും? ദ ഫ്ലവേഴ്സ് ഹാവ് നെക്ടർ. അതുപോലെ ഇൻസെക്ട്സ് പറന്നു പോകുമ്പോൾ പൂവ് ഇവിടെ ഉണ്ടെന്ന് ഇൻസെക്ട്സിന് അറിയണം, അതുകൊണ്ട് ദേ പ്രൊഡ്യൂസ് ഫ്രാഗ്രൻസ്. ഇൻ സം പ്ലാന്റ്സ് ദ ഫ്ലവേഴ്സ് ആർ വെരി സ്മോൾ. അപ്പം അങ്ങനെ ആവുമ്പോൾ ആ ചെറിയ പൂക്കളെ ഇൻസെക്റ്റുകൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവ എന്ത് ചെയ്യും? ദ സ്മോൾ ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസെൻസ്. The pollen grains of insect pollinated flowers are sticky in nature. അതുകൊണ്ട് തന്നെ ഇൻസെക്റ്റുകൾ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോകുമ്പോൾ അവയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച് ഈ പോളൻ ഗ്രെയിൻസിന് ഇരിക്കാൻ പറ്റും. ഇൻസെക്റ്റ് മൂലം പരാഗണം നടക്കുന്ന എല്ലാ പൂക്കളും സുഗന്ധമുള്ളവയാണോ? ചില പൂക്കളിൽ ദുർഗന്ധവും ഇല്ലേ? പ്രാണികൾ എന്തിനാണ് പൂവ് സന്ദർശിക്കുന്നത്? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ? പ്രാണികൾ പൂക്കൾ സന്ദർശിക്കുമ്പോൾ പൂക്കൾ പ്രാണികൾക്ക് തേൻ കൊടുക്കുന്നു. പകരം ഇൻസെക്ട്സ് പൂക്കൾക്ക് പരാഗണവും നടത്തി കൊടുക്കുന്നു. സോ വി ക്യാൻ സേ ദ ഫ്ലവേഴ്സ് ഓഫർ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് നെക്ടർ. എന്നാൽ ചില ചെടികളുണ്ട്, അവ റിവാർഡ് കൊടുക്കുന്നത് നെക്ടറിൻ്റെ രൂപത്തിലല്ല, മുട്ടയിടാൻ സ്ഥലമൊരുക്കിയാണ് റിവാർഡ് കൊടുക്കുന്നത്. അത്തരത്തിൽ മുട്ടയിടാൻ സ്ഥലമൊരുക്കി പ്രതിഫലം കൊടുക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചേന. ചിത്രത്തിൽ നോക്കിയേ, വലിയ പൂവാണ് ചേനയുടേത്.
ഏകദേശം 6 അടിയോളം ഉള്ള ഒരു പൂവാണ് ചേനയുടേത്. അതിനകത്ത് മുട്ടയിടാൻ വേണ്ടിയാണ് പ്രാണികൾ എത്തുന്നത്. അപ്പോൾ അതിൽ പോളിനേഷൻ നടക്കുകയും ചെയ്യും. സോ അമോർഫോഫാലസ് പ്രൊവൈഡ് സ്പേസ് ഫോർ ലേയിങ് എഗ്സ്. ഇത്തരത്തിൽ മുട്ടയിടാൻ സഹായം നൽകുന്ന മറ്റൊരു ചെടിയുമുണ്ട്. എക്ക എന്നാണ് ആ ചെടിയുടെ പേര്. ചിത്രത്തിൽ നോക്കിയേ, എക്ക ചെടിയിൽ പോളിനേഷൻ നടത്തുന്നത് ഒരു മൂത്താണ്, നിശാശലഭമാണ്. ഈ നിശാശലഭമില്ല എങ്കിൽ എക്കയിൽ പോളിനേഷൻ നടക്കില്ല. അതുപോലെ എക്ക ചെടി ഇല്ല എങ്കിൽ ഈ മൂത്തിന് മുട്ടയിടാൻ സ്ഥലവും ലഭിക്കില്ല. രണ്ടുപേരും തമ്മിലുള്ള പരസ്പര സഹകരണത്തിലൂടെയാണ് അവ രണ്ടുപേരും നിലനിൽക്കുന്നത്. ദ മോത്ത് ലേസ് ഇറ്റ്സ് എഗ്സ് ഇൻ ദ ഫ്ലവർ. മുട്ടയിടുന്നതിന് വേണ്ടി മോത്ത് എക്ക ഫ്ലവറിൽ ഇങ്ങനെ പാറി നടക്കും. പോളിനേഷൻ നടന്ന് ഫ്രൂട്ട് ഉണ്ടാവുകയും ഫ്രൂട്ടിനുള്ളിൽ സീഡ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മോത്തിൻ്റെ മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാവുകയും അത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ നിശാശലഭമില്ല എങ്കിൽ എക്ക പ്ലാന്റ് ഇല്ല. എക്ക പ്ലാന്റ് ഇല്ല എങ്കിൽ നിശാശലഭവും ഇല്ല. അപ്പം പ്രകൃതിയിൽ ഓരോ ജീവിയും എങ്ങനെയാണ് പരസ്പര ആശ്രയത്വത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതിനുള്ള നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഇത്. ഓരോ ജീവിയുടെയും നാശം മറ്റു പല ജീവിയുടെയും നാശത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇത്രയും സമയം നമ്മൾ വിവിധതരം പോളിനേറ്റേഴ്സിനെ കുറിച്ചും അവ പോളിനേഷൻ നടത്തുന്ന പൂക്കളുടെ സവിശേഷതകളെയും കുറിച്ചും പഠിച്ചു. ഈ അസൈൻമെൻറ്റും കൂടി കുറിച്ചെടുക്കുക. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് wind pollinated and animal pollinated flowers and note down their floral features. ചുറ്റുപാടും നിരീക്ഷിച്ച് കാറ്റുമൂലവും ജീവികൾ മൂലവും പരാഗണം നടക്കുന്ന സസ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. Today we have learned about various kinds of pollination. They are autogamy, geitonogamy and xenogamy. And we have also studied about the various kinds of pollinators, biotic pollinators and abiotic pollinators. We have also learned the peculiarities of various kinds of flowers that facilitate pollination by various kinds of pollinators. ഇന്ന് നമ്മൾ പഠിച്ച പോളിനേഷനെ കുറിച്ചും പോളിനേറ്റേഴ്സിനെ കുറിച്ചും ഫ്ലോറൽ ഫീച്ചേഴ്സിനെ കുറിച്ചും നല്ലൊരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.